സ്പെഷ്യൽ ഗസ്റ്റ് ഫോർ ടുഡേ. ഇത് വിഷ്ണു, ഇത് ഇസഹാക്ക്. വിഷ്ണു എവിടുന്നാണ് വരുന്നത്? തൃശ്ശൂർ ജില്ലയിൽ. ഇസഹാക്ക് എവിടുന്നാണ് വരുന്നത്? കാസർഗോഡ്. ഓക്കെ. അപ്പം ഈ രണ്ട് ഫ്രണ്ട്സിന്റെ, ഈ രണ്ട് കൂട്ടുകാരുടെ പെർഫോമൻസ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അടിച്ചു പൊളിക്കണം കേട്ടോ. ഇസഹാക്ക് എന്താണ് പെർഫോം ചെയ്യുന്നത്? മിമിക്രി ആണ് പെർഫോം ചെയ്യുന്നത് അല്ലെ? വിഷ്ണു ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. വിഷ്ണു എന്താ ചെയ്യാൻ പോണേ? ഞാൻ സ്വന്തമായിട്ട് എഴുതിയ നാടൻ പാട്ടുകളാണ്. മ്യൂസിക് ആരാണ്? ഞാൻ തന്നെയാണ്. അടിപൊളി, തകർക്കൊന്നും നോക്കണ്ട. ഓക്കെ, സൂപ്പർ. അപ്പൊ എനിക്ക് തോന്നുന്നു ആദ്യം നമുക്ക് വിഷ്ണുവിന്റെ പാട്ടിൽ തന്നെ തുടങ്ങാം. ഓക്കെ വിഷ്ണു, നമുക്ക് വേണ്ടി പാട്ട് പാടി തുടങ്ങാം. അത് കഴിഞ്ഞ് നമ്മൾ ഇസഹാക്കിലേക്ക് പോവാം കേട്ടോ. ആയിക്കോട്ടെ, പാടിക്കോ. ശ്രീ കുറുമ്പക്കാവിൽ വാഴും കണ്ണകി പെണ്ണാളെ വാഴ്ത്തി വാഴ്ത്തി പാടാൻ എന്നുമെന്നും കൊടുങ്ങല്ലൂരമ്മേ കൊടുങ്ങല്ലൂരമ്മേ വടക്കുന്നും തെക്കോട്ട് പോന്നോളെ കലനാഥന്റെ പൊന്മകളാകിയ കണ്ണകി പെണ്ണാളെ കൊടുങ്ങല്ലൂരമ്മേ കൊടുങ്ങല്ലൂരമ്മേ വടക്കുന്നും തെക്കോട്ട് പോന്നോളെ കലനാഥന്റെ പൊന്മകളാകിയ കണ്ണകി പെണ്ണാളെ കളി തുള്ളിയ കാളി കളി തുള്ളിയ കാളി കോപത്താൽ ജ്വലിച്ചേ കളി തുള്ളിയ കാളി കോപത്താൽ ജ്വലിച്ചേ ഉടവാളും പൊൻചിലമ്പേന്തി ചിത്ത സന്തോഷം പൂണ്ടേ ഉടവാളും പൊൻചിലമ്പേന്തി ചിത്ത സന്തോഷം പൂണ്ടേ ആ കൊടുങ്ങല്ലൂരമ്മേ കൊടുങ്ങല്ലൂരമ്മേ വടക്കുന്നും തെക്കോട്ട് പോന്നോളെ കലനാഥന്റെ പൊന്മകളാകിയ കണ്ണകി പെണ്ണാളെ ചേലത്തൊരു വാടാ പട്ടിനൊത്തൊരഴക് ചേലത്തൊരു വാടാ പട്ടിനൊത്തൊരഴക് അരമണി ചൂടിക്കൊണ്ടമ്മ ചിത്ത സന്തോഷം പൂണ്ടു അരമണി ചൂടിക്കൊണ്ടമ്മ നൃത്തമാടിയാടി കൊടുങ്ങല്ലൂരമ്മേ കൊടുങ്ങല്ലൂരമ്മേ വടക്കുന്നും തെക്കോട്ട് പോന്നോളെ കലനാഥന്റെ പൊന്മകളാകിയ കണ്ണകി പെണ്ണാളെ. മനോഹരമായിട്ടുണ്ടായിരുന്നു വിഷ്ണു. നന്നായി വിഷ്ണു, നന്നായി. നല്ല മ്യൂസിക്കും നല്ല വരികളും കേട്ടോ. നന്നായിട്ടുണ്ട്. നമുക്കപ്പോ ഒരു കാര്യം ചെയ്യാം, അടുത്ത ഇസഹാക്കിന്റെ പെർഫോമൻസ് കണ്ടാലോ? ആദ്യമായിട്ട് ഞാൻ 2 യന്ത്രങ്ങളുടെ ശബ്ദമാണ് ചെയ്യുന്നത്. ഗ്രാസ് കട്ടർ, അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന ട്രീ കട്ടർ. ഇനി കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കേട്ട് വരുന്ന ഡ്രംസിന്റെ ശബ്ദം, DJ. ഇതേ ഡീജന്റെ കൂടെ ഒരു പാട്ടും കൂടി വന്നാൽ, പാട്ടും ബീറ്റും കൂടി ഒന്നിച്ച് വന്നാൽ ഉണ്ടെന്ന് നോക്കാം.
ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം. കുഞ്ഞികളെ ഒരു കഥ പറയാം, പറയാം. പുൽമെട്ടിലും പൂങ്കാറ്റിലും പുൽമെട്ടിലും പൂങ്കാറ്റിലും. അടിപൊളി. അമ്പോ, ഗംഭീരായിരുന്നല്ലോ. നമ്മളെ മുൻ മുഖ്യമന്ത്രി ആ. ഉമ്മൻചാണ്ടി സാറിന്റെ ശബ്ദത്തിൽ നിന്ന് ഒരു DJ. ഓക്കെ, വിത്ത് DJ. രാഷ്ട്രീയം അഴിമതിയായിട്ടാണ്. അതുപോലെ തന്നെ പടക്കോയിൽ നിന്നും ഒരു DJ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഇസാക്കെ. ഇസാക്കും വിഷ്ണുവും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയാനുള്ള റീസൺ ഇപ്പൊ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. പക്ഷെ എനിക്ക് തോന്നുന്നു വിഷ്ണു ഇസ് ഓൺലി പാർഷ്യലി ബ്ലൈൻഡ്. വിഷ്ണുവിന് ഏറെ കുറച്ച് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇസ്ഹാക്ക് ഇസ് ലൈക്ക് ടോട്ടലി ബ്ലൈൻഡ് ആണ്. പക്ഷെ ഇതൊക്കെ എങ്ങനെയാണ് ഇസാക്കെ പഠിച്ചെടുക്കുന്നത്? ഇത് ആദർശ് ബ്രോ എന്ന് പറയുന്ന ഒരു ആളുണ്ട്, ബീറ്റ് ബോക്സർ. ഒരു പക്ഷേ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ബീറ്റ് ബോക്സർ ആയിരിക്കും. അദ്ദേഹത്തിനായിട്ട് എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് കേട്ട് പഠിച്ചാണ്. ഈ കലോത്സവത്തിന് മാത്രമായിട്ട് നമ്മള് പ്രാക്ടീസ് ചെയ്തെടുത്തായി വരുന്നുള്ളൂ. പരിശ്രമം അല്ല, ഈ ശ്രമം എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്കാണല്ലോ ഫസ്റ്റ് സമ്മാനം നേടിയില്ലേ? അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ സീ സോണിൽ 3rd പ്രൈസ് ആയിരുന്നു അല്ലേ? ഗംഭീരം തന്നെയാണ്. ഇനി നമുക്ക് നമ്മുടെ മാസ്റ്റേഴ്സിനോട് ചോദിക്കാം. ചിരിച്ചേട്ടാ, വിഷ്ണു ഒരു അതുല്യ കലാകാരനാണ്. അതായത് ഇപ്പൊ നമ്മൾ കേട്ട് പരിചയപ്പെട്ടുള്ള പാട്ടുകൾ അല്ലെങ്കിൽ സിനിമാ പാട്ടുകളൊക്കെ നമുക്ക് ആർക്കാണെങ്കിലും പാടാൻ പറ്റും. പക്ഷെ അത് ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ക്രിയേറ്ററാണ്, സൃഷ്ടാവാണ്, ബ്രഹ്മാവാണ് സൃഷ്ടിക്കുന്നത്. അപ്പൊ നിങ്ങൾ തുടരേണ്ടതെന്ന് പറഞ്ഞാൽ എഴുത്താണ്. അതിൽ ഒരു വിഷമം വിചാരിക്കേണ്ട. നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും നാട്ടുകാരും തരും. കാരണം എന്താണെന്ന് വെച്ചാൽ എഴുതി ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു കഴിവ് തന്നെ വേണം. അത് മോളിൽ നിന്നുള്ള ഒരാൾ തന്നെങ്കിൽ മാത്രമേ ഈ കൈ കൊണ്ട് പേന ചലിക്കുകയുള്ളൂ. അപ്പൊ തുടർന്നുകൊണ്ടേയിരിക്കും. അസലായിട്ട് നല്ല വരികൾ എഴുതാറുണ്ട് അല്ലേ? കവിതകളൊക്കെ എഴുതും, പിന്നെ മ്യൂസിക്കും ചെയ്യും. അതാണ്. അപ്പൊ നിങ്ങൾ ഒരുപാട് പിന്നണി ഗായകരെ കൊണ്ട് ഇതൊക്കെ പാടിപ്പിക്കണം. ഭാവിയിൽ എന്തായാലും പാടിയിരിക്കും അവരൊക്കെ. കാരണം അത്രയും നല്ല വരികളാണ്, അത്രയും നല്ല സംഗീതമാണ് കേട്ടാ. ചിരിച്ചേട്ടാ, വിഷ്ണുവിന്റെ പേരിൽ ഒരു റെക്കോർഡ് ഉണ്ട്. 10 നാടൻ പാട്ടുകൾ 20 മിനിറ്റ് 13 സെക്കൻഡ് നോൺ സ്റ്റോപ്പ് ആയിട്ട് പാടിയത്. ഇപ്പോ നാടൻ പാട്ടില് ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് ശ്രമിക്കുന്നുണ്ട്. 35 മിനിറ്റ് കമഴ്ന്ന് കിടന്നുകൊണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് ശ്രമിക്കുന്നുണ്ട്. തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എപ്പോഴും നമ്മൾ ശ്രമിക്കുമ്പോഴാണ് വിജയം കണ്ടെത്തുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ശ്രമങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ ഇസാക്ക് ഉറപ്പായിട്ടും ഇപ്പോ സീസോണിലാണ് കിട്ടിയത്. ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു ബീറ്റ് ബോക്സറായി മാറും. പക്ഷെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം കേട്ടോ. കാരണം ആദർശിന്റെ വിളിച്ചു കഴിഞ്ഞാൽ ആദർശ് ഹെൽപ്പ് ചെയ്തോളും. അപ്പൊ നിങ്ങൾ വന്നിട്ട് ഒരുമിച്ച് ഒരു വേദിയിൽ ബീറ്റ് ബോക്സ് ചെയ്യണം നമുക്ക് കാണണം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. പക്രു ചേട്ടാ, ഇസഹാക്കിന് നല്ല ഒരു ടാലന്റ് ഉണ്ട്. അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോവുക. പരമാവധി വേദികളെല്ലാം പ്രയോജനപ്പെടുത്തുക. ഈ സമയത്ത് പ്രത്യേകിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് എല്ലാ പരിപാടികളിലൊക്കെ പങ്കെടുക്കേണ്ടത്. അത് നമ്മൾ പോലും അറിയാതെ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യും. കുറച്ചുകൂടി ഒരുപാട് വേദികളാണ് പ്രത്യേകിച്ച് മിമിക്രി ചെയ്യുന്നവർക്ക് കിട്ടേണ്ടത്. മൈക്കും സ്റ്റേജും വേണം, മൈക്കും വേണം. മുന്നിൽ കുറച്ച് പേര് കൈയടിക്കാനും ഉണ്ടെങ്കിൽ പിന്നെ നമ്മളല്ലാതായി മാറുക. നമ്മൾ പെർഫോം ചെയ്യുക. പ്രത്യേക ആശംസകൾ കേട്ടോ. എല്ലാവരോടും, ഫ്രണ്ട്സിനോടും പിന്നെ നാട്ടിലുള്ള എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം പറയണം കേട്ടോ. വിഷ്ണു, നല്ല പാട്ട്, അടിപൊളി, ഭയങ്കര നല്ല ഈണം, നല്ല വരികൾ. അതുപോലെ തന്നെ വിഷ്ണു ഈ പറഞ്ഞ റെക്കോർഡിന് ശ്രമിക്കുകയാണ്, ഗിന്നസ് വേൾഡ് റെക്കോർഡ്. അപ്പൊ ആ പരിശ്രമം പരിപൂർണമായിട്ട് വിജയിക്കട്ടെ. കിട്ടിക്കഴിയുമ്പോ ഞങ്ങളെയൊക്കെ വിളിച്ചറിയിക്കണം. തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യണം. ഒരു വരവ് കൂടെ വരണം. ഓക്കെ, അപ്പൊ രണ്ടുപേർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഷാജൻ ചേട്ടാ, ഗിന്നസ് വിഷ്ണു അടുത്ത പ്രാവശ്യം കാണുമ്പം അങ്ങനെ ആയിരിക്കണം വിളിക്കേണ്ടവരുടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. വിഷ്ണു മ്യൂസിക് പഠിച്ചിട്ടുണ്ടോ? ഇല്ല സർ, ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല. ഞാൻ വീട്ടില് അപ്പൂപ്പനൊക്കെ പാട്ട് പാടി കേട്ടിട്ടുണ്ട്, അങ്ങനെ കേട്ടിട്ടുള്ളൂ. അല്ലാതെ പാട്ട് പോയി പഠിച്ചിട്ടില്ല. ഒന്നും പഠിക്കാത്ത വിഷ്ണു പാട്ട് എഴുതുന്നു, അത് മ്യൂസിക് ചെയ്യുന്നു. ഇതുപോലെ എന്താണ്
കേരളത്തിലെ മലയാളികൾ, ഒരുപാട് മലയാളികൾ കാത്തിരുന്ന് കാണുന്ന ഒരു പ്രോഗ്രാമിൽ വന്നത് പ്രസന്റ് ചെയ്യുന്നു അല്ലേ? അതൊക്കെ വലിയ ഭാഗ്യങ്ങളല്ലേ വിഷ്ണു? വലിയ കഴിവാണ് കേട്ടോ. എന്താണെന്നറിയോ, ഞങ്ങൾ മൂന്നുപേരും ഇവിടെ ഇരുന്ന് വളരെ വണ്ടടിച്ചിരുന്നാണ് നിങ്ങളുടെ ഈ പെർഫോമൻസ് ഒക്കെ കണ്ടോണ്ടിരിക്കുന്നത് അല്ലേ? ഇപ്പൊ ഒരുപാട് പേര് കണ്ടു പഠിക്കേണ്ട വ്യക്തിത്വങ്ങളാണ് നിങ്ങളൊക്കെ കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇനിയും വിഷ്ണുവിന്റെ എല്ലാ സ്വപ്നങ്ങളും നടക്കട്ടെ. ഇനി ഒരുപാട് പാട്ടുകൾ എഴുതുക, ഒരുപാട് പാട്ടുകൾ മ്യൂസിക് ചെയ്യുക. ടിനി പറഞ്ഞ പോലെ നമ്മുടെ ഒരുപാട് നല്ല ഗായകരുണ്ട്, അവരെ കൊണ്ടൊക്കെ പാടിപ്പിക്കാനും ഒക്കെ ഉള്ള ഭാഗ്യം വിഷ്ണുവിനുണ്ടാവട്ടെ കേട്ടോ. ഇസാക്കെ ഗംഭീരമായിരുന്നു ഇസാക്കെ, പൊളിച്ചടിക്കുക കേട്ടോ. ആ മൈക്കിൽ മറ്റേ ബീറ്റ് ബോക്സിംഗ് ഒക്കെ വന്നപ്പം ആദർശിനെ പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പൊ ആദർശിന്റെ സുഹൃത്തു കൂടെ എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം കേട്ടോ. നന്നായിരുന്നു. പിന്നെ ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഗംഭീര അത്ഭുതങ്ങളാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്താണ്, ഒരുപാട് പേർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുമാണ് നിങ്ങളൊക്കെ പുഷ്പം പോലെ ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ അത് എന്താണെന്നറിയോ, നിങ്ങളുടെ വലിയ കഴിവുകളാണ് അതൊക്കെ കേട്ടോ. അപ്പൊ അതൊക്കെ ഇനിയും പക്രുച്ചേട്ടൻ പറഞ്ഞ പോലെ ഇനിയും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഈ ഒരു ടെൻഷനൊക്കെ മാറി കിട്ടും മുന്നിൽ വന്നിരിക്കുമ്പോ കേട്ടോ. അപ്പൊ വിഷ്ണു ആൻഡ് ഇസ്ഹാഖ്, നിങ്ങളുടെ പെർഫോമൻസ് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ചിരിയും നല്ല ചിരിയാണ് കേട്ടോ. നിങ്ങളുടെ ചിരിയിലാണ് ഞങ്ങൾ ആദ്യം വീണത്, അതിന് ശേഷമാണ് പെർഫോമൻസിൽ വീണത്. അപ്പൊ എന്തായാലും ഈ ചിരിക്കും ഈ പെർഫോമൻസിലും എല്ലാവരും ചേർന്ന് നമ്മുടെ മാസ്റ്റേഴ്സ് ഒരു സ്നേഹ ഉപഹാരം നിങ്ങൾക്ക് തരാൻ പോവാണ്. അത് എത്ര സ്റ്റാർസ് ആയിട്ടാണ് നൽകുന്നത് എന്നുള്ളത് നമുക്ക് മാസ്റ്റേഴ്സിനോട് ചോദിക്കാം. ആരാണ് പറയാൻ പോകുന്നത്? അപ്പൊ ഞങ്ങള് മൂന്നുപേരും ഇവിടെ ഉണ്ട്. ഞങ്ങൾ മൂന്നുപേരും ഓരോ സ്റ്റാർ വെച്ച് തരുന്നു. 3 stars. സൂപ്പർ. അപ്പൊ എന്തായാലും വിഷ്ണു, ഇസ്ഹാഖ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും 3 stars ആണ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇനി ഓരോ സ്റ്റാറും നമ്മൾ എണ്ണി വാങ്ങി പോണം കേട്ടോ. തീർച്ചയായിട്ടും. ഇനിയും തിരിച്ചു വരണം രണ്ടുപേരും. ഓക്കെ ശരി. അപ്പൊ ടിനി ചേട്ടാ പ്ലീസ് ജോയിൻ us. ഓക്കെ, അപ്പൊ അങ്ങനെ ഇതാ നമ്മുടെ വിഷ്ണുവിനും ഇസ്ഹാഖിനും ലഭിക്കാൻ പോവാണ് കോമഡി മാസ്റ്റേഴ്സിന്റെ 3 star ആർട്ടിസ്റ്റ് ഉള്ള ലേബൽ. കൺഗ്രാറ്റുലേഷൻ.